നമുക്ക് ആർ ടിയുടെ ബാക്കി നോക്കാം. ആർ ടി ഐയുടെ ബാക്കി നോക്കാം. റൈറ്റ് ടു ഇൻഫർമേഷൻ്റെ ബാക്കി നോക്കാം. ഓക്കെ, ബാക്കി നോക്കിയിട്ട് നമുക്ക് എക്കണോമിക്സിൻ്റെ ടോപ്പിക്കിലോട്ട് പോകാം. നമ്മളിപ്പോൾ റൈറ്റ് ടു ഇൻഫർമേഷൻ പഠിച്ച് നിർത്തിയത് എവിടെ വരാടെ? റൈറ്റ് ടു ഇൻഫർമേഷൻ പഠിച്ച് നിർത്തിയത് സെക്ഷൻ 11 വരെയാണ്. 11 എന്താണ്? 11 തേർഡ് പാർട്ടി ഇൻഫർമേഷനാണ്. 11 എന്താണ്? തേർഡ് പാർട്ടി ഇൻഫർമേഷൻ നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ടൈം ഫ്രെയിം എന്താണ്? തേർഡ് പാർട്ടി ഇൻഫർമേഷൻ, അതിൻ്റെ അങ്ങനെ ഒരു തേർഡ് പാർട്ടി ഇൻഫർമേഷൻ സീക്ക് ചെയ്തുകൊണ്ട് ഒരു പബ്ലിക് അതോറിറ്റിക്ക്, ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന് അല്ലേ, PIO എന്നല്ലേ പറയുന്നത്, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന് ഒരു നിവേദനം അല്ലെങ്കിൽ ഒരു വിവരാവകാശം കിട്ടുന്ന മുറയ്ക്ക് അദ്ദേഹം 5 ദിവസത്തിനുള്ളിൽ ആ തേർഡ് പാർട്ടി എടുത്ത് കത്ത് മുഖാന്തരം എഴുതി ചോദിക്കണം. താങ്കൾ അതായത് 5 ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തെ ഇൻറ്റിമേഷൻ കൊടുക്കണം. ഈ കത്ത് ലഭിച്ച 5 ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇൻറ്റിമേഷൻ കൊടുക്കണം. തേർഡ് പാർട്ടിക്ക് ഒരു 10 ദിവസത്തെ സമയം കൊടുക്കുന്നുണ്ട്. 10 ദിവസത്തിനുള്ളിൽ അദ്ദേഹം മറുപടി നൽകണം, വെദർ യു ആർ ആക്ച്വലി റെസ്പോണ്ടിങ് ഓർ നോട്ട്. ഓക്കെ, ഇൻ റൈറ്റിംഗ് ആണ് ഇതെല്ലാം വേണ്ടത്. തേർഡ് പാർട്ടി ക്യാൻ അപ്പീൽ അണ്ടർ സെക്ഷൻ 19 കാര്യം പറയുന്നുണ്ട്, അതവിടെ നിന്നോട്ടെ. അപ്പം എന്താ ഇത് വായിച്ച് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ സംബന്ധിച്ചിടത്തോളം 5 ദിവസത്തിനുള്ളിൽ തേർഡ് പാർട്ടിയെ നോട്ടിഫൈ ചെയ്യണം ഇൻ റൈറ്റിംഗ്. ഓക്കെ, RTI റിക്വസ്റ്റ് കിട്ടി, 5 ദിവസത്തിനുള്ളിൽ തേർഡ് പാർട്ടിയെ നോട്ടിഫൈ ചെയ്യണം. ഓക്കെ, എന്താണ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ തേർഡ് പാർട്ടി എടുത്ത് ആവശ്യപ്പെടുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ അറിയിക്കണം. നിങ്ങളുടെ ഇൻഫർമേഷൻ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ അറിയിക്കണം. ഓക്കെ, ഇനി അങ്ങനെ ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ പോലും ഈ പറയുന്ന പോലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ആ ഒബ്ജക്ഷനെ ഔട്ട്റൺ ചെയ്തുകൊണ്ട് ഇൻഫർമേഷൻ നൽകാം. അതിൻ്റെ സാഹചര്യം സാധാരണ നമ്മൾ പഠിച്ച പോലെ ഒരു എക്സെപ്ഷനാണ്. പൊതു താല്പര്യം മുൻനിർത്തി ഇത്രയും ഇൻഫർമേഷൻ ഈവൻ ഇഫ് ഈ തേർഡ് പാർട്ടി അത് റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ തേർഡ് പാർട്ടി അത് ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ, തേർഡ് പാർട്ടിയുടെ ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ പോലും ആ ഒബ്ജക്ഷനെ ഓവർ റൈഡ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന വിവരം പൊതുജനത്തിന് നൽകാം, പൊതു താല്പര്യം മുൻനിർത്തി. അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി തേർഡ് പാർട്ടിയുടെ റെസ്പോൺസിനെ പറ്റി പറയുമ്പം ഇത്തരത്തിലൊരു റെസ്പോൺസ് കൊടുക്കാൻ തേർഡ് പാർട്ടിക്ക് 10 ദിവസത്തെ സമയം അനുവദിച്ചിട്ടുണ്ട്. ദ തേർഡ് പാർട്ടി ഹാസ് 10 days ഫ്രം റിസീവിംഗ് ദ നോട്ടീസ് ടു മേക്ക് റെപ്രസെൻറ്റേഷൻ. ഒബ്ജക്ഷൻ ആണെങ്കിൽ അങ്ങനെ, ഇനി അതല്ല കൊടുക്കാൻ താല്പര്യമാണെങ്കിൽ അങ്ങനെ. ഈ അദ്ദേഹത്തിൻ്റെ മറുപടി കൊടുക്കാൻ 10 ദിവസത്തെ സമയം അനുവദിച്ചിട്ടുണ്ട്. ഫൈനൽ ഡിസിഷൻ PIO പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഒരു അന്തിമ തീരുമാനം എടുക്കേണ്ടത് 40 ദിവസത്തിനുള്ളിലാണ്. അന്തിമ തീരുമാനം എടുക്കേണ്ടത് എത്രയാണ്? 40 ദിവസത്തിനുള്ളിലാണ്. ഓക്കെ, ഡിസൈഡ് വിത്തിൻ 40 days. അപ്പോൾ നമ്മളിവിടെ ഓർക്കേണ്ടത്, നമ്മളിപ്പോൾ 3 ടൈം ലിമിറ്റ് പഠിച്ചിട്ടുണ്ട്. 30 ദിവസം നോർമൽ കേസിൽ, PIOയെ സംബന്ധിച്ചിടത്തോളം 30 ദിവസമാണ് നോർമലിൽ. 48 മണിക്കൂറാണ് റൈറ്റ് ടു ലൈഫ് ആൻഡ് ലിബർട്ടി സംബന്ധിച്ചിടത്തോളം. റൈറ്റ് ടു ലൈഫ് ആൻഡ് ലിബർട്ടി വരികയാണെങ്കിൽ 48 മണിക്കൂറാണ്. ഓക്കെ, തേർഡ് പാർട്ടി ഇൻഫർമേഷൻ മെൻഷൻഡ് അണ്ടർ സെക്ഷൻ 11 ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ഗോ അപ് ടു 40 days. ഇത് നിങ്ങളൊരു ടേബിളാക്കി വെച്ചേരെ, ഇതൊരു ടേബിളാക്കി വെച്ചോ. ഇതാണ് ഇതിൻ്റെ ഒരു റെലവൻസ് എന്ന് പറയുന്നത്. ഇനിയാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ പർപ്പസിൽ തന്നെ പറഞ്ഞിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ കമ്മീഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ കമ്മീഷൻ എന്ന് പറയുമ്പം സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനും ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനും വരും. സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനും വരുന്നുണ്ട്, സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനും വരുന്നുണ്ട്. ഓക്കെ, അതിൽ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പാണെന്ത്? സെക്ഷൻ 12. സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പാണെന്ത്? സെക്ഷൻ 12. ഓക്കെ, സോ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഭേദഗതി ഈ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് 2019 സംഭവിച്ചു. BJP ലെഡ് NDA ഗവൺമെൻറ്റിൻ്റെ സമയത്ത് 2019 RTI ആക്ടിൻ്റെ ഭേദഗതി പ്രകാരം സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനും സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് 3 ആർട്ടിക്കിളുകളിൽ മാറ്റം ഉണ്ടായി. ആർട്ടിക്കിൾ 13, സെഷൻ 13, സെഷൻ 16, സെഷൻ 27. ഓക്കെ, സെഷൻ 13 സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പാണ്, സെഷനാണ്.
സെഷൻ 16 സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പാണ്. ഇതിലുണ്ടായ വ്യതിയാനങ്ങൾ, മാറ്റങ്ങൾ ഗസറ്റ് വിജ്ഞാപനമായിട്ട് ഉൾക്കൊള്ളിക്കണമെന്നുള്ള പ്രൊവിഷനാണ് സെഷൻ 27 വരുന്നത്. സോ ഇത് അത്ര റെലവൻ്റ് അല്ല. 13 16 ഉണ്ടായ മാറ്റങ്ങളാണ് നിങ്ങൾ അറിയേണ്ടത്. 13 സെക്ഷൻ 13 ഹാസ് ടു ഡു വിത്ത് ദ ചേഞ്ചസ് ഇൻ കണക്ഷൻ വിത്ത് ദ terms and conditions pertaining to the condition of work pertaining to the officials under Central Information Commission. സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെയും ഇൻഫർമേഷൻ കമ്മീഷണേഴ്സിൻ്റെയും നമ്മൾ പറയത്തില്ലേ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദെയർ ജോബ് അല്ലേ, എക്സാക്ട് ടേം ഞാൻ പറയാം. അവരുടെ ജോലി സംബന്ധമായിട്ടുള്ള അവരുടെ ടെന്യൂർ, അവരുടെ അപ്പോയിൻമെൻറ്റ്, അതുപോലെ തന്നെ അവരുടെ റിമൂവൽ, ഇതുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പാണെന്ത് 13. 16 എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെയും ഇൻഫർമേഷൻ കമ്മീഷണേഴ്സിൻ്റെയും. ഓക്കെ, ഇതിലുണ്ടായ മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2019 ഭേദഗതി പ്രകാരം കേന്ദ്ര ഗവൺമെൻറ് 5 വർഷം ഉണ്ടായിരുന്ന ഇവരുടെ ടെന്യൂർ, 5 വർഷം ഉണ്ടായിരുന്ന ഇവരുടെ കാലാവധി 3 വർഷമായിട്ട് ചുരുക്കി. ഓക്കെ, ശരിക്കും എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബൈ ലോ 5 years ആയിരുന്നു മുമ്പ്. ഒറിജിനൽ ആക്ട് പ്രകാരം സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻ കമ്മീഷണേഴ്സിൻ്റെയും ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെയും കാലാവധി ആണെങ്കിലും സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെയും ഇൻഫർമേഷൻ കമ്മീഷണേഴ്സിൻ്റെയും കാലാവധി ആണെങ്കിലും ബൈ ലോ 5 years ആയിരുന്നു. ഇപ്പോൾ ഉണ്ടായ മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാലാവധി ആർക്ക് നിശ്ചയിക്കാം? സെൻട്രൽ ഗവൺമെൻറ്റിന് നിശ്ചയിക്കാം. സെൻട്രൽ ഗവൺമെൻറ്റിന് കാലാകാലങ്ങളിൽ ഇവരുടെ കാലാവധി കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. അങ്ങനെ നിലവിലിപ്പോൾ അത് 5 വർഷത്തിൽ നിന്നും എത്രയായിട്ട് കുറച്ചു? 3 വർഷമായിട്ട് കുറച്ചു. ഇവർക്ക് വേണമെങ്കിൽ അത് വീണ്ടും ഇനി 5 കൂട്ടാം, 2 കുറയ്ക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമത്തിൽ സ്റ്റാറ്റ്യൂട്ടിൽ നിന്ന് മാറിയിട്ട് ആ അധികാരം ആരിലോട്ട് വന്നു? സെൻട്രൽ ഗവൺമെൻറ്റിലോട്ട് വന്നു. സെൻട്രൽ ഗവൺമെൻറ്റാണ് എന്ത് നിശ്ചയിക്കുന്നത്? ഇവരുടെ ടെന്യൂർ ഇനി തൊട്ട് നിശ്ചയിക്കുന്നത്. നിലവിൽ അതെത്രയാണ്? നിലവിൽ 3 വർഷമാണ്. നിലവിൽ അതെത്രയാണ്? 3 വർഷമാണ്. ഇതാണ് ഉണ്ടായ മാറ്റം. ഇതാണെന്ത് ഉണ്ടായ മാറ്റം. ക്ലിയർ? ഈസ് ദാറ്റ് ക്ലിയർ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ ആർട്ടിക്കിളായിട്ട് പോകാം. 12 സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പാണെന്ത്? സെഷനാണെന്ത്? സെഷൻ 12. സെഷൻ 12 പറയുന്നു, സെഷൻ 12 ഉപസെക്ഷൻ സെക്ഷൻ 12 ക്ലോസ് 1 പറയുന്നു, സബ്സെഷൻ 1 പറയുന്നു, ദ സെൻട്രൽ ഗവൺമെൻറ് ഷാൾ എസ്റ്റാബ്ലിഷ് ദ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ. സെൻട്രൽ ഗവൺമെൻറ് എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്യണം? സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണം. എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്യണം? സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഒഫീഷ്യൽ ഗസറ്റ് നോട്ടിഫിക്കേഷൻ നൽകിക്കൊണ്ട്, ഗസറ്റ് വിജ്ഞാപനം നടത്തിക്കൊണ്ട് എന്ത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആൻഡ് വി നോ ദാറ്റ് 2005 വന്ന ഈ നിയമത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മുടെ രാജ്യത്ത് എന്തുണ്ട്? ഒരു സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ അല്ലെങ്കിൽ ഒരു CIC നിലവിലുണ്ട്. ഇനി CICയുടെ കോമ്പോസിഷൻ എന്താണ്? CICയിൽ ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും ഉണ്ടായിരിക്കണം, ഒരു ചീഫും ഉണ്ടായിരിക്കണം, അപ് ടു 10 ഇൻഫർമേഷൻ കമ്മീഷണേഴ്സും ആവാം. എന്താണ്? ഒരു ചീഫും 10 ഇൻഫർമേഷൻ കമ്മീഷണേഴ്സ് വരെ ആകാം. ഒരു ചീഫും 10 ഇൻഫർമേഷൻ കമ്മീഷണേഴ്സ് വരെയും ആകാം. ഓക്കെ, സോ സെഷൻ 12 എന്താണ് ഡീൽ ചെയ്യുന്നത്? സെഷൻ ഡീൽസ് വിത്ത് ദ സ്ട്രക്ചർ, കോമ്പോസിഷൻ, അപ്പോയിൻമെൻറ്റ് ആൻഡ് ഫങ്ഷനിങ് ഓഫ് സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ. അപ്പോയിൻമെൻറ്റ് ആൻഡ് ഫങ്ഷനിങ് ഓഫ് സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ. 12 സബ്സെഷൻ 1 പ്രകാരം ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ ഒരു സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ നിലവിൽ വരേണ്ടതായിട്ടുണ്ടായിരുന്നു. അത്തരത്തിലൊന്ന് നിലവിൽ വന്നു. സബ്സെഷൻ 2 പ്രകാരം കോമ്പോസിഷനിൽ പറയുന്നത് ഒരു ചീഫും 10 ഇൻഫർമേഷൻ കമ്മീഷണേഴ്സ് വരെ ആകാം. ഞാൻ വീണ്ടും പറയുന്നു, ഈ ഇൻഫർമേഷൻ കമ്മീഷണേഴ്സും പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസേഴ്സും തമ്മിൽ തിരിഞ്ഞു പോകരുത്. പബ്ലിക് ഇൻഫർമേഷൻ ഒഫീഷ്യൽസ് എന്ന് പറയുന്നത് സെഷൻ 2H പ്രതിപാദിച്ചിട്ടുള്ള പബ്ലിക് അതോറിറ്റീസിൽ ഈ ഇൻഫർമേഷൻ നൽകുന്നതിന് വേണ്ടി ഉത്തരവാദിത്തപ്പെടുത്തിയിട്ടുള്ള ഒഫീഷ്യൽസിനെയാണ് നമ്മൾ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസേഴ്സ് എന്ന് വിളിക്കുന്നത്. എന്നാൽ CICയുടെ ഭാഗമായിട്ടുള്ള ഇൻഫർമേഷൻ കമ്മീഷണേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ ഹൈ ലെവൽ ബ്യൂറോക്രാറ്റ്സ്. They are the decision making bureaucrats. They form the apex body. They are the final appellate authority. ഇതല്ല ഒരു പബ്ലിക് അതോറിറ്റിയിൽ ഇരിക്കുന്ന, ഇപ്പോൾ ഒരു പഞ്ചായത്ത് ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരെ കാണാം? PIOയെ കാണാം, ഒരു SPIOയെ കാണാൻ സാധിക്കും.
അദ്ദേഹം എന്താണ് അവിടേക്ക് വരുന്ന വിവരാവകാശത്തിന് മറുപടി നൽകാൻ വേണ്ടി ഇരുത്തിയേക്കുന്ന ഒരു ഒഫീഷ്യലാണെന്ത് PIO. ഇത് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും ഇൻഫർമേഷൻ കമ്മീഷണേഴ്സുമാണ്. മറ്റേത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അല്ലെ ഒഫീഷ്യലാണ്. തിരിഞ്ഞു പോവല്ലേ, തിരിഞ്ഞു പോവരുതേ. ഓക്കെ, അപ്പോൾ അത് സെഷൻ 5 പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസേഴ്സിനെ പറ്റി പറയുന്ന സെഷൻ 5. സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനും അതിലെ ചീഫിനെയും ഇൻഫർമേഷൻ കമ്മീഷണേഴ്സിനെയും പറ്റി പറയുന്ന വകുപ്പ് 12. ക്ലിയർ? ഓക്കെ, അപ്പോൾ അതാ നോക്കൂ, 10 വരെ എന്താകാം, 10 വരെ ഇൻഫർമേഷൻ കമ്മീഷണേഴ്സ് ആകാം. ഇനി ഇവരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണ്? ഇവരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് പ്രസിഡൻ്റാണ്, രാഷ്ട്രപതിയാണ്. ബേസ്ഡ് ഓൺ വാട്ട്? ബേസ്ഡ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് എ ഹൈ ലെവൽ കമ്മിറ്റി. അപ്പോൾ നിങ്ങൾക്ക് ചോദ്യം വരാം, ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെയും 10 പേരെ ഇൻഫർമേഷൻ കമ്മീഷണേഴ്സിനെയും പ്രസിഡന്റ് അപ്പോയിൻറ്റ് ചെയ്യുമെന്നിരിക്കലും പ്രസിഡന്റ് അത്തരത്തിൽ ഇവരെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള ശുപാർശ നൽകേണ്ടത് ആരാണ്? ഒരു ഹൈ ലെവൽ കമ്മിറ്റിയാണ്. ഇനി ആ ഹൈ ലെവൽ കമ്മിറ്റിയിൽ ആരൊക്കെയുണ്ട്? 3 അംഗങ്ങളാണുള്ളത്. സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഫർമേഷൻ കമ്മീഷണേഴ്സിനെയും ചീഫിനെയും അപ്പോയിൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി പ്രസിഡന്റിന് ശുപാർശ നൽകുന്ന ഹൈ ലെവൽ കമ്മിറ്റിയിൽ എത്ര പേരുണ്ട്? 3 പേരടങ്ങിയിട്ടുണ്ട്. നോക്കാം ആരൊക്കെയാണെന്ന്. ഒന്ന് പ്രൈം മിനിസ്റ്ററാണ് ആ ശുപാർശ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ. രണ്ടാമത്തത് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്. രണ്ടാമത്തെ ആരാണ്? ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്. മൂന്നാമത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ നോമിനേറ്റ് ചെയ്യുന്ന, നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റർ. പ്രൈം മിനിസ്റ്റർ നാമനിർദ്ദേശം ചെയ്ത ഒരു യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റർ. സോ ഇത്രയും പേര് അടങ്ങിയതാണെന്ത്? ആ ഹൈ ലെവൽ കമ്മിറ്റി എന്ന് പറയും. ഇത്രയും പേര് അടങ്ങിയതാണെന്ത്? ആ ഹൈ ലെവൽ കമ്മിറ്റി എന്ന് പറയുന്നത്. ഇസ് ദാറ്റ് ക്ലിയർ? ഫ്രെയിം ഡ്രോപ്പ് ഉണ്ടോ? ഇല്ലല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇത്രയും പേരടങ്ങിയതാണ് ഹൈ ലെവൽ കമ്മിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ പറയുന്നുണ്ട്, ഒരു റെക്കഗ്നൈസ്ഡ് ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഇല്ലെങ്കിൽ ലോക്സഭയിലെ സിംഗിൾ ലാർജസ്റ്റ് ഒപ്പോസിഷൻ പാർട്ടിയുടെ സഭാ നേതാവായിരിക്കും ആ സെക്കൻഡ് സ്ലോട്ട് ഒക്കുപ്പ് ചെയ്യേണ്ടതെന്നുള്ള പറയുന്നുണ്ട്. ഇത്തവണ നമുക്ക് പ്രതിപക്ഷ നേതാവുണ്ട്. എന്നാൽ തൊട്ട് മുന്നത്തെ ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവില്ലായിരുന്നു. ഇത്തവണ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. അത് ഓർത്തിരിക്കുക. ഇനി ചീഫ് ഇൻഫർമേഷൻ കമ്മീഷന് അവരുടെ അധികാരവും അവർക്കുള്ളൊരു സ്വാതന്ത്ര്യം നിങ്ങൾ പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ CICയുടെ അഫയേഴ്സ് ഓവർസീ ചെയ്യുക എന്നുള്ളതാണ്. ഇവർക്ക് ഓട്ടോണോമി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് സുവോമോട്ടോ, സ്വന്തം നിലയ്ക്ക് കാര്യങ്ങളിൽ ഇടപെടാനും ആ നിലയ്ക്ക് ഇവർക്കൊരു, നമ്മൾ പറയാറില്ലേ, കോസി ജുഡീഷ്യൽ നേച്ചറുണ്ട്. CICക്കും SICക്കും, നമ്മളിനി പഠിക്കാൻ പോകുന്ന SICക്കും എന്തുകൊണ്ട്? ക്വാസി ജുഡീഷ്യൽ നേച്ചറുണ്ട്. കോസി ജുഡീഷ്യൽ നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ജുഡീഷ്യറി എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ ട്രയലിന് ആളുകളെ വിളിപ്പിക്കാനും അവരെ വിചാരണ ചെയ്യാനും ഒക്കെയുള്ള അധികാരം ആർക്കുണ്ട്? ഈ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനുണ്ട്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞല്ലോ 2019 അമെൻമെൻറ്റിൽ മാറ്റം വന്നൊരു വകുപ്പാണ് സെഷൻ 13. സെഷൻ 13 സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. വന്ന മാറ്റം എന്താണെന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. നോക്കേ, ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർക്ക് നേരത്തെ 5 വർഷമായിരുന്ന ടെന്യൂർ, അതിപ്പോൾ എന്തായി? അതിപ്പോൾ 3 വർഷമായിട്ട് കുറച്ചു. അതിപ്പോൾ എത്രയായിട്ട് കുറച്ചു? 3 വർഷമായിട്ട് കുറച്ചു. ടെന്യൂർ 3 വർഷമായിട്ട് കുറച്ചു. ഓക്കെ, ഏജ് ലിമിറ്റ് ഇപ്പോഴും 65 വയസ്സ് തന്നെയാണ്. ഇനി ഇൻഫർമേഷൻ കമ്മീഷണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എഗെയിൻ 3 ഇയേഴ്സ് ആണ് ഡ്യൂറേഷൻ, അല്ലെങ്കിൽ പരമാവധി 65 വയസ്സ് എത്തുന്നത് വരെ. ഈ 2 കൂട്ടർക്കും ആ പോസ്റ്റിലേക്ക് റീ അപ്പോയിൻമെൻ്റ് ഇല്ല. ഇൻഫർമേഷൻ കമ്മീഷണേഴ്സിന് വേണമെങ്കിൽ എന്താകാം? ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആകാം. പക്ഷേ രണ്ടും കൂടെ ക്യുമുലേറ്റീവായിട്ട് നോക്കി 5 വർഷമേ പാടുള്ളൂ. 3, 6 പറ്റത്തില്ല. രണ്ടും കൂടെ ക്യുമുലേറ്റീവായിട്ട് 5 വർഷമേ പാടുള്ളൂ. ഓക്കെ, അപ്പം സെഷൻ 13 മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് എന്ത് കൈയാളി? ഇവരുടെ ടെന്യൂർ നിശ്ചയിക്കുന്ന കൈയാളി. ഇപ്പോൾ 3 വർഷമാണ് ടെന്യൂർ, നേരത്തെ 5 ഇയേഴ്സ് ആയിരുന്നു. ഏജ് ലിമിറ്റ് 65 വയസ്സ് തന്നെ. ഇനി റീ അപ്പോയിൻമെൻറ്റ് ഉണ്ടോ? ഇൻഫർമേഷൻ കമ്മീഷണേഴ്സിനും ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണേഴ്സിനും റീ അപ്പോയിൻമെൻറ്റ് ഇല്ല. എന്തില്ല? റീ അപ്പോയിൻമെൻറ്റ് ഇല്ല. സോറി ഗൈസ്. റീ അപ്പോയിൻമെൻ്റ് ഇല്ല. ഓക്കെ, റീ അപ്പോയിൻമെൻ്റ് ഇല്ല. പിന്നെ ഇൻഫർമേഷൻ കമ്മീഷണർക്ക് CIC ആവാമോ? ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആവാൻ സാധിക്കും. പക്ഷേ പരമാവധി എത്ര വർഷമേ സാധിക്കാൻ പാടും? എത്ര വർഷമേ ഇവർക്ക് ക്യുമുലേറ്റീവായിട്ട് സർവീസ് ഇരിക്കാൻ പറ്റൂ? 5 വർഷം ഇരിക്കാൻ പറ്റൂ. മനസ്സിലായല്ലോ? ഇപ്പോൾ 2 വർഷം
2 വർഷം CIC ആയ ഒരാൾക്ക് 3-ാം വർഷം അല്ല ഇൻഫർമേഷൻ കമ്മീഷണർ ആയ ഒരാൾ 3-ാം വർഷം റിട്ടയർ ചെയ്യേണ്ടതാണ്. പക്ഷേ അയാൾ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായിട്ട് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ പോസ്റ്റിൽ 3 വർഷം ഇരിക്കാം. അപ്പോൾ ക്യുമുലേറ്റീവായിട്ട് 5 വർഷം ഇരിക്കാം. 5 വർഷത്തിനപ്പുറം ഇരിക്കാൻ പറ്റത്തില്ല. ഇവർക്ക് 2 പേർക്കും തൽസ്ഥാനങ്ങളിലേക്ക് എന്തില്ല, റീഅപ്പോയിൻമെൻ്റ് ഇല്ല. തൽസ്ഥാനങ്ങളിലേക്ക് ഇവർക്ക് 2 പേർക്കും എന്തില്ല, റീഅപ്പോയിൻമെൻ്റ് ഇല്ല. ഓക്കെ. പിന്നെ ഇവർ ഓത്തിനെ പറ്റി പറയുന്ന വകുപ്പാണെന്ത്? ഇവർ ഓത്തിനെ പറ്റി പറയുന്ന വകുപ്പാണ് ഷെഡ്യൂൾ 1. ഷെഡ്യൂൾ 1-ലാണ് ഇവർ ഓത്ത് ആൻഡ് അഫർമേഷനെ കുറിച്ച് പറയുന്നത്. ഇനി ഇവരുടെ റിമൂവൽ പറയുന്നത് സെക്ഷൻ 14-ലാണ്. അതിലോട്ട് പോവാം. ഇവർക്ക് എങ്ങനെയൊക്കെ പദവി ഒഴിയാം? ഒന്ന് റിസൈൻ ചെയ്ത് പദവി ഒഴിയാം. ഇവർക്ക് രാജിക്കത്ത് എഴുതാം, പ്രസിഡൻറ്റിന് രാജിക്കത്ത് സമർപ്പിക്കാം. റിമൂവൽ സെക്ഷൻ 14-ലാണ്, നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. പിന്നെ സാലറി ആൻഡ് സർവീസ് സെൻട്രൽ ഗവൺമെൻറ് ആണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് പോസ്റ്റ് 2019. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞാൽ മതി. ഓക്കെ, നോട്ടിൽ ആ കാര്യങ്ങളുണ്ട്, നോക്കിയാൽ മതി. വെരി ഇമ്പോർട്ടൻറ്റ്, റിമൂവൽ ഓഫ് CIC അല്ലെങ്കിൽ IC. 2 രീതിയിലുള്ള റിമൂവലുണ്ട്. എൻക്വയറി പ്ലസ് റിമൂവലും ഉണ്ട്, ഇൻസ്റ്റൻറ്റ് റിമൂവലും ഉണ്ട്. 2 റിമൂവലാണ് ഇവരെ സംബന്ധിച്ചുള്ളത്. ഇവർക്ക് രാജിവെച്ച് ഒഴിയാം. ഇനി ഇവരെ പുറത്താക്കുകയാണെങ്കിൽ 2 രീതിയിൽ പുറത്താക്കാം. അന്വേഷണം നടത്തി പുറത്താക്കാം, അല്ലെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് പുറത്താക്കാം. ഓക്കെ, ആദ്യത്തേതാണ് അന്വേഷണം നടത്തി പുറത്താക്കൽ. അന്വേഷണം നടത്തി പുറത്താക്കലിൽ അത് പ്രസിഡൻ്റാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ തെളിയിക്കപ്പെടണം. മിസ്ബിഹേവിയർ, പ്രൂവ്ഡ് മിസ്ബിഹേവിയർ അല്ലെങ്കിൽ കഴിവില്ലാത്തവരാണെന്ന് അവർ കഴിവില്ലാത്തവരാണ് അല്ലെങ്കിൽ അവർക്കൊരു പ്രൂവൺ മിസ്ബിഹേവിയർ ഉണ്ടെന്നുള്ളത് തെളിയിക്കപ്പെടണം. അപ്പോൾ അതിനായിട്ട് അന്വേഷണ ചുമതല ആർക്കാണ്? അന്വേഷണ ചുമതല സുപ്രീം കോടതിക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സുപ്രീം കോടതി ആഫ്റ്റർ എൻക്വയറി ഇഫ് ദർ ഇൻകപ്പാസിറ്റി ഓർ മിസ്ബിഹേവിയർ ഈസ് ആൻഡ് പ്രൂവൺ ആൻഡ് ദ റിമൂവൽ ഈസ് ജസ്റ്റിഫൈഡ്, എന്ത് ചെയ്യും? പ്രസിഡന്റ് അവരെ റിമൂവ് ചെയ്യും. അപ്പം റെഫറൻസ് ഫോർ ഇൻക്വയറി നടത്തുന്നത് പ്രസിഡൻ്റാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്താൽ മതി. ശ്രദ്ധിച്ചേ, സീരിയസ് മിസ്കണ്ടക്റ്റ്, ഓക്കെ, അനബദ്ധമല്ലാത്ത പെരുമാറ്റം, അതുപോലെ തന്നെ ഇൻകപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ഗ്രേവായിട്ടുള്ള കഴിവില്ലായ്മ. സോ ഇതിൻ്റെയൊക്കെ ഗ്രൗണ്ടിൽ ഇവരെ വേണമെങ്കിൽ പുറത്താക്കാം. ആരാണ് പുറത്താക്കേണ്ടത്? പ്രസിഡൻറ്റിനാണ്. പ്രസിഡന്റ് ഡയറക്റ്റ് അങ്ങ് പുറത്താക്കില്ല. പ്രസിഡന്റ് ഒരു റെഫറൻസ് ഫോർ ഇൻക്വയറി ഇടും. ആർക്കിടും? സുപ്രീം കോടതിക്ക് ഇടും. സുപ്രീം കോടതി നിശ്ചയിക്കുന്ന പാനൽ അതിനെപ്പറ്റി അന്വേഷിക്കും. ആൻഡ് ഇഫ് പ്രൂവൺ എന്ത് ജസ്റ്റിഫൈ ചെയ്യും? അവരുടെ റിമൂവൽ ജസ്റ്റിഫൈ ചെയ്യും. ഇങ്ങനെയാണ് ഒരു രീതി. ഇനി ഈ അന്വേഷണ കാലയളവിൽ വേണമെങ്കിൽ സെക്ഷൻ 14 ഇവരുടെ റിമൂവലിനെ പറ്റി പറയുന്നത്. സെക്ഷൻ 14 പറയുന്നത് ഈ അന്വേഷണ കാലയളവിൽ അവരെ സസ്പെൻഡ് ചെയ്യാം. അന്വേഷണം നടക്കുന്ന കാലയളവിൽ വേണമെങ്കിൽ അവരെന്ത് ചെയ്യാം? ജോലി തുടരാൻ അനുവദിക്കാം, അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യാം. ഇനി അടുത്തതാണ് ഞാൻ പറഞ്ഞത്, ഇമ്മീഡിയറ്റ് റിമൂവൽ വിത്തൗട്ട് എൻക്വയറി. അത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു മാറ്ററാണ്. എന്താണ്? പെട്ടെന്ന് വിത്ത് ഇമ്മീഡിയറ്റ് എഫക്റ്റ് അവരെ തലസ്ഥാനത്ത് നിന്ന് പുറത്താക്കുക. ഓക്കെ, ഒറ്റ ദിവസം കൊണ്ട് തന്നെ അവരെടുത്ത് കളയുക. അതെന്താണ്? അത് ഡയറക്റ്റ് റിമൂവലിൻ്റെ ഉള്ള സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പാപ്പരാക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കുക. ഡിക്ലെയർഡ് ഇൻസോൾവെൻറ്റ്, ഇവർ പാപ്പരാക്കപ്പെട്ടു, ഇൻസോൾവെൻ്റ് ആയിട്ട് അവരെ പ്രഖ്യാപിച്ചു. അവരേതെങ്കിലും ഒരു കുറ്റകൃത്യത്തിന് അവരെ കൺവിക്റ്റ് ചെയ്തു. ഓക്കെ, ശിക്ഷ വിധിച്ചു. കൺവിക്റ്റഡ് ഓഫ് ആൻ ഒഫൻസ് ഇൻവോൾവിങ് മോറൽ ടർപ്പിറ്റ്യൂഡ്. ഓക്കെ, സമൂഹത്തിന് മാതൃകാപരമായിട്ടുള്ള മൊറാലിറ്റിയെ ബാധിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് എക്സ്പെക്റ്റ് ചെയ്യാത്ത വിധത്തിലുള്ള ഒരു കുറ്റകൃത്യത്തിൽ അവരെ കോടതി ശിക്ഷിക്കുകയാണെങ്കിൽ ആ കാരണം പ്രസിഡന്റ് ഒപ്പീനിയനിൽ അവർ മോറൽ ടർപ്പിറ്റ്യൂഡിന് ഭംഗം വരുത്തുന്ന രീതിയിൽ അവർ പ്രവർത്തിക്കുകയും കോടതി അവർക്ക് ഒഫൻസിന് പെനാൽറ്റി കൺവിക്റ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യാം? ഇമ്മീഡിയറ്റ് എഫക്റ്റിൽ റിമൂവ് ചെയ്യാം. എൻഗേജസ് ഇൻ പെയ്ഡ് എംപ്ലോയ്മെൻറ്റ് ഔട്ട്സൈഡ് ഒഫീഷ്യൽ ഡ്യൂട്ടീസ്, ഈ ജോലിക്ക് പുറംപണി എടുക്കാൻ പോയി കഴിഞ്ഞാൽ അതിനും അവരെന്ത് ചെയ്യാം? ഇമ്മീഡിയറ്റ് ആയിട്ട് അത് തെളിയിക്കപ്പെട്ട അത് പ്രസിഡന്റിന് അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് വിത്തൗട്ട് എൻക്വയറി, സുപ്രീം കോടതിയുടെ എൻക്വയറി ഇല്ലാതെ പ്രസിഡന്റ് എന്ത് ചെയ്യാം? ഇവരെ റിമൂവ് ചെയ്യാം. അൺഫിറ്റ് ടു കണ്ടിന്യൂ ഡ്യൂ ടു മെൻ്റൽ ഓർ ഫിസിക്കൽ ഇൻഫോർമിറ്റി, മാനസികമോ ശാരീരികമായ ക്ലേശം കാരണം ഇവർക്ക് ഒഫീഷ്യൽ ഡ്യൂട്ടീസ് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പ്രസിഡന്റ് സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞാലും ഇവരെന്ത് ചെയ്യാം? ഇമ്മീഡിയറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാം. ഹാസ് ഫിനാൻഷ്യൽ ഓർ അതർ ഇൻട്രസ്റ്റ് ദാറ്റ് മേ അഫക്ട് ഡ്യൂട്ടീസ്, ഇവർക്ക് വ്യക്തിപരമോ സാമ്പത്തികവുമായ താല്പര്യങ്ങൾ ഒരു ഒഫീഷ്യൽ ഡ്യൂട്ടീസിനെ ബാധിക്കുന്ന തരത്തിലുള്ള വ്യക്തിപരമോ സാമ്പത്തികവുമായ താല്പര്യങ്ങളുണ്ട് എന്ന മുറയ്ക്കും ഇവരെന്ത് ചെയ്യാം?
ഇവരെ ഇമ്മീഡിയറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാം. ഇനി മിസ്ബിഹേവിയറിനെ പറ്റി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ misbehavior like conflict of interest. If the CIC is interested in a government contract or its benefit except as common shareholder, ഒരു കോമൺ ഷെയർ ഹോൾഡർ എന്നുള്ളതിനപ്പുറം ഏതെങ്കിലും ഗവൺമെൻറ്റുമായിട്ടോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ താല്പര്യങ്ങളുമായിട്ടോ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ അതിനെ മിസ്ബിഹേവിയർ ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇവർ ഇൻഡിപെൻഡൻറ്റ് ബോഡീസാണ്. ഇവർ BJPക്കോ കോൺഗ്രസിനോ CPMനോ ഒന്നും അനുകൂലമായിട്ട് ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും ഓഫർ സ്വീകരിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് ടിക്കറ്റ് കിട്ടുന്നത് അങ്ങനെ ഒന്നും അവരെന്ത് ചെയ്യാൻ പാടില്ല, അവർ പ്രവർത്തിക്കാൻ പാടില്ല. സോ അതെല്ലാം എന്തായിട്ടാണ് കണക്കാക്കുന്നത്? ഇപ്പോൾ ഏതെങ്കിലും ഒരു പദ്ധതി ഗവൺമെൻറ് പ്രോജക്റ്റിനെ എൻഡോർസ് ചെയ്യുക അല്ലെങ്കിൽ ഗവൺമെൻറ് അനുകൂലമായിട്ട് നിലപാടെടുക്കുക, ഇതെല്ലാം എന്തായിട്ടാണ് റിഗാർഡ് ചെയ്യുന്നത്? ഇതെല്ലാം കൺസിഡർ ചെയ്യുന്ന മിസ്ബിഹേവിയർ ആയിട്ടാണ്. സബ്സെഷൻ 1 വെച്ചിട്ട് ഇത് എൻക്വയറി ഉള്ള റിമൂവലാണ്. മിസ്ബിഹേവിയർ ആണോ എൻക്വയറി ഉണ്ട്, മിസ്ബിഹേവിയർ ആണോ എൻക്വയറി ഉണ്ട്, സുപ്രീം കോടതി എൻക്വയറിയാണ്. ഗ്രൗണ്ട്സ് ഫോർ ഡയറക്റ്റ് റിമൂവൽ വരുന്നത് ഇൻസോൾവൻസി, കൺവിക്ഷൻ മീൻസ് കൺവിക്റ്റഡ് ഫോർ എൻ ഒഫൻസ് ഇൻവോൾവിംഗ് മോറൽ ടപ്റ്റിറ്റ്യൂഡ്, പെയ്ഡ് എംപ്ലോയ്മെൻറ്റ്, മെൻ്റൽ ഓർ ഫിസിക്കൽ ഇൻഫോർമിറ്റി, ഫിനാൻഷ്യൽ ഓർ അതർ ഇൻട്രസ്റ്റ്. ഇതാണ് ഇമ്മീഡിയറ്റ് റിമൂവൽ. മിസ്ബിഹേവിയർ ആണോ എൻക്വയറി പ്ലസ് റിമൂവലാണ്. എൻക്വയറിക്ക് ശേഷമുള്ള റിമൂവലേ വരത്തുള്ളൂ. അടുത്തതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ 15. അപ്പോൾ നമ്മൾ പറഞ്ഞ ലാസ്റ്റ് പറഞ്ഞ ആർട്ടിക്കിൾസ് ഒന്ന് ഓർത്തെ. 11 ശേഷം നമ്മൾ പഠിച്ച ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? ആദ്യം നമ്മൾ 12 പഠിച്ചത്. കോൺസ്റ്റിറ്റ്യൂഷൻ, അപ്പോയിൻമെൻറ്റ്, ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനാണ് 12 വരുന്നത്. 13 എന്താ നമ്മൾ പഠിച്ച? 13ൻ്റെ ഹെഡിങ് എന്തായിരുന്നു? 13ൻ്റെ ഹെഡിങ് പഠിച്ചത് ടേംസ് ഓഫ് ഓഫീസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് സർവീസ്. ടേംസ് ഓഫ് ഓഫീസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് സർവീസ്. അപ്പോൾ ഇതിൽ 2019 ഭേദഗതി വന്നിട്ടുണ്ട്. ടേംസ് ഓഫ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ടെന്യൂർ മാറിയിട്ടുണ്ട്, 3 വർഷമായിട്ട് കുറച്ചിട്ടുണ്ട്. 3 വർഷമാക്കി 2 വർഷമാക്കി എന്നുള്ളതല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. ആ അധികാരം ആർക്കാണ്? ആ അധികാരം ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിനാണ്. സെൻട്രൽ ഗവൺമെൻറ്റിന് കൂട്ടുകയും ചെയ്യാം, കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ ആർട്ടിക്കിൾ 14 എന്താ പഠിച്ചത്? സെഷൻ 14 എന്താ പഠിച്ചത്? സെഷൻ 14 പഠിച്ചത് റിമൂവൽ ഓഫ് CIC മെമ്പേഴ്സ്. എങ്ങനെയൊക്കെ റിമൂവ് ചെയ്യാം? അവർക്ക് വേണമെങ്കിൽ സ്വയം റിസൈൻ ചെയ്ത് പോവാം. പ്രസിഡൻറ്റിന് വേണമെങ്കിൽ അവരെ ഈ പറയുന്ന പോലെ റിമൂവ് ചെയ്യാം വിത്ത് എൻക്വയറിക്ക് ശേഷം റിമൂവ് ചെയ്യാം, ഇമ്മീഡിയറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാം. അതിൻ്റെ കണ്ടീഷൻസ് എല്ലാം നമ്മൾ കണ്ടു. ഇനി അടുത്തതാണ് സെഷൻ 15. സെഷൻ 15 എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ. നേരത്തെ പോലെ തന്നെയാണ് ഇവിടെയും എന്താ ഉള്ളത്? ഒരു സ്റ്റേറ്റ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും അപ് ടു 10 ഇൻഫർമേഷൻ കമ്മീഷണേഴ്സും. അപ്പോയിൻറ്റിംഗ് അതോറിറ്റി അവിടെ പ്രസിഡൻ്റ് ആണെങ്കിൽ ഇവിടെ സ്റ്റേറ്റിൽ അദ്ദേഹത്തിൻ്റെ കൗണ്ടർ പാർട്ടായിട്ട് വരുന്ന ആരാണ്? സ്റ്റേറ്റിൽ അദ്ദേഹത്തിൻ്റെ കൗണ്ടർ പാർട്ടായിട്ട് വരുന്നത് ഗവർണറാണ്. സംസ്ഥാനത്തിൽ കൗണ്ടർ പാർട്ടായിട്ട് വരുന്ന ഗവർണറാണ്. അവിടെ പോലൊരു ഹൈ ലെവൽ കമ്മിറ്റി ഇവിടെ ഉണ്ട്. സിംപ്ലി അതിൻ്റെ നിങ്ങൾ ആ ലോജിക്ക് നോക്കിയാൽ മതി. പ്രസിഡൻറ്റിന് പകരം ചീഫ് മിനിസ്റ്റർ, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിന് പകരം നിയമസഭയിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലി, ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് ഉള്ള സംസ്ഥാനങ്ങളുണ്ട്, ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ ലീഡർ ഓഫ് ഒപ്പോസിഷൻ, പിന്നെ മുഖ്യമന്ത്രി നോമിനേറ്റ് ചെയ്യുന്നൊരു നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ. ഓക്കെ, മറ്റേതുപോലെ തന്നെ സിമ്പിളാണ്, ഒന്നും അവിടെ എക്സ്ട്രാ ഒന്നുമില്ല. ഇനി സെഷൻ 16 2019 ഭേദഗതി ചെയ്തൊരു വകുപ്പാണ് സെഷൻ 16. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് ആണ് തീരുമാനിക്കുന്നത്. ഓർക്കണം, പ്രത്യേകം പോയിന്റ്, സെൻട്രൽ ഗവൺമെൻറ് വിൽ ഡിസൈഡ് ദ ടേംസ് ഓഫ് ഓഫീസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് സർവീസ് ഈവൻ ഇൻ ദ കേസ് ഓഫ് സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻസ്. സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ്റെ കേസിലും ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആണെങ്കിലും 10ഓളം വരുന്ന ഇൻഫർമേഷൻ കമ്മീഷണേഴ്സ് ആണെങ്കിലും ആരാണ് ടേംസ് ഓഫ് ഓഫീസ് ആൻഡ് കണ്ടീഷൻ ഓഫ് സർവീസിൽ തീരുമാനം എടുക്കുന്നത്? സെൻട്രൽ ഗവൺമെൻറ് ആണ് തീരുമാനം എടുക്കുന്നത്. ഓക്കെ, ഏജ് ലിമിറ്റ് 65 ഇയേഴ്സ് ആണ്. റീ അപ്പോയിൻമെൻ്റ് ഇല്ല. ക്യുമുലേറ്റീവായിട്ട് 5 ഇയേഴ്സ് വേണമെങ്കിൽ IC + CIC ആയിട്ടിരിക്കാം. ബാക്കിയെല്ലാം അതിൽ പറയുന്ന പോലെ തന്നെ. ഓക്കെ, അപ്പം 16 മാറ്റം സെൻട്രൽ ഗവൺമെൻറ് ആ ഒരു ടേംസ് ഓഫ് ഓഫീസ് ആൻഡ് കണ്ടീഷൻ ഓഫ് സർവീസ് തീരുമാനിക്കുന്നതിൽ സെൻട്രൽ ഗവൺമെൻറ്റിന് അധികാരം വന്നു എന്നുള്ളതാണ്. ഇനി 14 സെഷൻ 14ൻ്റെ കൗണ്ടർ പാർട്ടാണെന്ത്? സെഷൻ 14ൻ്റെ കൗണ്ടർ പാർട്ടാണ് സെഷൻ 17. എന്താ 17 പറയുന്നത്? പറയുന്നത് എന്താണ്?
റിമൂവൽ ഓഫ് സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ. മറ്റിടത്തെ പോലെ തന്നെ പ്രസിഡൻറ്റിന് റിമൂവ് ചെയ്യാൻ പറ്റുന്ന പോലെ ഗവർണർക്ക് റിമൂവ് ചെയ്യാം, ഇമ്മീഡിയറ്റ് എഫക്റ്റിന് റിമൂവ് ചെയ്യാം, എൻക്വയറിക്ക് ശേഷം റിമൂവ് ചെയ്യാം. ഇവിടെ ഓർക്കുക, സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനിൽ സുപ്രീം കോടതിയാണ് എൻക്വയറി നടത്തുന്നത്. ഇവിടെയും ഹൈക്കോടതിയല്ല, സുപ്രീം കോടതിയാണ്. ഇതാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ട പോയിന്റ് കേട്ടോ. ഇവിടെയും ഗവർണർ ഈ റെഫറൻസ് ഇടുന്ന ആർക്കാണ്? റെഫർ ദ മാറ്റർ ടു സുപ്രീം കോർട്ടാണ്, ഹൈക്കോടതിക്കല്ല. സുപ്രീം കോർട്ട് തന്നെയാണ് ഇതിൻ്റെ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത്. സ്റ്റേറ്റ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആണെങ്കിലും ഇൻഫർമേഷൻ കമ്മീഷണേഴ്സ് ആണെങ്കിലും അവർക്കൊരു പ്രൂവൺ മിസ്ബിഹേവിയർ ഉണ്ടായോ എന്നുള്ളത്, അല്ലെങ്കിൽ അവർക്കൊരു എന്താ പറയേണ്ടത് ഇൻകപ്പാസിറ്റി ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ തീരുമാനം എടുക്കാൻ വേണ്ടി റെഫറൻസ് ഇടുന്നത് ആർക്കാണ്? ഗവർണർ സുപ്രീം കോടതിക്ക് തന്നെ റെഫറൻസ് ഇടുന്നത്, ഹൈക്കോടതി അല്ലെന്ന് ഓർക്കുക. ആ റിപ്പോർട്ടിൽ സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ ഗവർണർക്ക് എന്ത് ചെയ്യാം? ഇവരെ റിമൂവ് ചെയ്യാം. ആ കാലയളവിൽ വേണമെങ്കിൽ അവരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്യാം. പിന്നെന്താണ്? സ്പെസിഫിക് ഗ്രൗണ്ട്സിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാൻ സാധിക്കും. അവിടെ വന്നത് ഇതാണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെയ്ഡ് എംപ്ലോയ്മെൻറ്റ്, അതുപോലെ തന്നെ കൺവിക്റ്റഡ് ഫോർ ആൻ ഒഫൻസ് വിച്ച് അഫക്ട്സ് ദ മോറൽ ടർപ്പിറ്റ്യൂഡ്, പിന്നെ ഏതാണ് ഇൻസോൾവൻസി, പിന്നെ അതുപോലെ തന്നെ ഇൻകപ്പാസിറ്റി ടു ഡ്യൂ ടു ഫിസിക്കൽ അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത്. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഇമ്മീഡിയറ്റ് റിമൂവലിന് കാരണമാകുന്ന ഗ്രൗണ്ട്സ് ആണ്. ഇനി സെഷൻ 18 കൃത്യമായിട്ട് പവേഴ്സ് ആൻഡ് ഫംഗ്ഷൻ ഓഫ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ്റെ പവേഴ്സ് ആൻഡ് ഫംഗ്ഷനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങളൊന്ന് വായിച്ചേ, ശ്രദ്ധിച്ചേ. CIC അല്ലെങ്കിൽ SIC മസ്റ്റ് റിസീവ് ആൻഡ് ഇൻക്വയർ ഇൻ ടു കംപ്ലയിൻറ്റ്സ് ഫ്രം എനി പേഴ്സൺ. ഇവർക്ക് എവിടുന്ന് വേണമെങ്കിലും കംപ്ലയിൻറ്റ് സ്വീകരിക്കാം, ഏത് വ്യക്തിയിൽ നിന്ന് വേണമെങ്കിലും ഡയറക്റ്റ് കംപ്ലയിൻറ്റ് സ്വീകരിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, ഇപ്പോൾ പബ്ലിക് അതോറിറ്റി, നമ്മൾ അതിൻ്റെ ഒരു നോക്കുകയാണെങ്കിൽ നമ്മൾ സിറ്റിസൺ, നമ്മൾ ലോക്കൽ സിറ്റിസൺ, നമ്മൾ സാധാരണ വിവരാവകാശം തേടുന്ന എവിടെ നിന്നാണ്? പബ്ലിക് അതോറിറ്റിയിൽ നിന്നാണ്. ഇപ്പം അവിടെ SPCIO അല്ലെങ്കിൽ SPIO അല്ലെങ്കിൽ CPIOയിലേക്കാണ് നമ്മൾ പോകുന്നത്. പബ്ലിക് അതോറിറ്റി അപ്പോയിൻറ്റ് ചെയ്യുന്ന ആളാണ് പബ്ലിക് ഇൻഫർമേഷൻ ഒഫീഷ്യൽ. ഓക്കെ, സോ ഇതാണ് ഒരു നോർമൽ ഹയറാർക്കി എന്ന് പറയുന്നത്. നമ്മൾ വിവരാവകാശം തേടുന്ന ഇങ്ങനെയാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കിയോ, ഈ സിറ്റിസണിന് വേണമെങ്കിൽ നേരെ CICയിലോട്ടോ SICയിലോട്ടോ, സംസ്ഥാന ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളാണെങ്കിൽ SICയിലോട്ട്, കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളാണെങ്കിൽ നേരെ CICയിലോട്ട് എന്ത് ചെയ്യാം? ഡയറക്റ്റ് റെപ്രസെൻറ്റേഷൻ വെക്കാം. സോ വെരി 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 ഇമ്പോർട്ടൻറ്റ്, ശ്രദ്ധിച്ചേ. ദ CIC ഓർ SIC മസ്റ്റ് റിസീവ് ആൻഡ് ഇൻക്വയർ ഇൻ ടു കംപ്ലയിൻറ്റ്സ് ഫ്രം എനി പേഴ്സൺ. ഡയറക്റ്റായിട്ട് പരാതി സ്വീകരിക്കാനും ആ പരാതിയുടെ മേൽ അന്വേഷണം പ്രഖ്യാപിക്കാനും സാധിക്കും. അതുകൊണ്ട് CICക്കും SICക്കും എന്തുകൊണ്ട്? ക്വാസി ജുഡീഷ്യൽ പവേഴ്സ് ഉണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ട്? ക്വാസി ജുഡീഷ്യൽ പവേഴ്സ് ഉണ്ട്. ഓക്കെ, ഇനി ഏതൊക്കെ സാഹചര്യത്തിലാണ് ഇത്തരം പരാതികൾ സ്വീകരിക്കേണ്ടി വരുന്നതെന്ന് നിങ്ങൾ നോക്കേ. ഹാസ് ബീൻ അണേബിൾ ടു, ഒരു വ്യക്തിക്ക് സെൻട്രൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ മുഖാന്തരമോ അല്ലെങ്കിൽ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ മുഖാന്തരമോ പരാതി സബ്മിറ്റ് ചെയ്യാൻ സാധിക്കാതിരിക്കാം. നമ്മുടെ നാട്ടിലൊരു പബ്ലിക് അതോറിറ്റി ഉണ്ട്, അവിടെ വിവരാവകാശത്തിന് സമീപിക്കുമ്പോൾ മനസ്സിലാവുകയാണ് അവിടെ എന്തില്ല, അവിടെ ഒരു SPIOനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടില്ല. അതായത് ആ വായിച്ചു നോക്കേ, ഡ്യൂ ടു നോൺ അപ്പോയിൻമെൻറ്റ് ഓഫ് ഓഫീസേഴ്സ് ഓർ റിഫ്യൂസൽ ടു അക്സെപ്റ്റ് ആപ്ലിക്കേഷൻ. അവിടെ SPIO ഇല്ല, സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഒഫീഷ്യൽ അവിടെ ഇല്ല. ഓക്കെ, എന്നുള്ള കാരണം പറഞ്ഞ് നിങ്ങളെ മടക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പരാതി സ്വീകരിക്കാൻ റിഫ്യൂസ് ചെയ്യുകയാണ്, വിമുഖത കാട്ടുകയാണ്. ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് നേരിട്ട് ആർക്ക് എഴുതാം? നിങ്ങൾക്ക് നേരിട്ട് ആർക്ക് റെപ്രസെൻറ്റേഷൻ കൊടുക്കാം? സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനോ യഥാക്രമം നിങ്ങൾക്ക് റെപ്രസെൻറ്റേഷൻ കൊടുക്കാം. സാഹചര്യങ്ങളാണ്, അതിലൊരു സാഹചര്യം ഇതാണ്. അല്ലെങ്കിൽ ആ വ്യക്തിയെ ഹാസ് ബീൻ റെഫ്യൂസ്ഡ് ടു ആക്സസ് ടു ഇൻഫർമേഷൻ തരില്ല എന്ന് പറയുകയാണ്. ഹാസ് നോട്ട് റിസീവ്ഡ് എ റെസ്പോൺസ് ടു എ റിക്വസ്റ്റ് ഫോർ ഇൻഫർമേഷൻ വിത്തിൻ ദ സ്പെസിഫൈഡ് ടൈം. 30 ദിവസത്തിനുള്ളിൽ നമ്മൾ ആവശ്യപ്പെട്ട വിവരാവകാശം ലഭിക്കാതെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് നേരിട്ട് SICനെയും CICനെയും സമീപിക്കാം. ഹാസ് ബീൻ ആസ്ക്ഡ് ടു പേ ആൻ അൺറീസണബിൾ ഫീ. അൺറീസണബിൾ ഫീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യായീകരിക്കാൻ സാധിക്കാത്ത ഒരു ഫീ ഈടാക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് CICനെയോ SICനെയോ സമീപിക്കാം. ബിലീവ്സ് ദേ ഹാവ് റിസീവ്ഡ് ഇൻകംപ്ലീറ്റ് മിസ്ലീഡിംഗ് ഓർ ഫോൾസ് ഇൻഫർമേഷൻ. നിങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ അപൂർണമാണ്, തെറ്റിദ്ധാരണാജനകമാണ്, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും വ്യാജമായിട്ടുള്ള തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ ആണ് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും CICനെയും SICനെയും സമീപിക്കാം. ഹാസ് എനി അതർ ഇഷ്യൂ.
റിലേറ്റഡ് ടു റിക്വസ്റ്റിംഗ് ഓർ ഒബ്റ്റൈനിങ് ആക്സസ് ടു റെക്കോർഡ്സ് അണ്ടർ ദ ആക്ട്. ഈ നിയമപ്രകാരം നിങ്ങൾക്ക് കിട്ടേണ്ട വിവരങ്ങൾ ലഭിക്കുന്നതിൽ മറ്റെന്തെങ്കിലും വീഴ്ച ഉള്ളതായിട്ട് നിങ്ങൾക്ക് ബോധ്യം വന്നു കഴിഞ്ഞാൽ എന്ത് പ്രശ്നമാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആരെ നേരിട്ട് എഴുതാം? CIC SIC നേരിട്ട് എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നൊരു ഡൗട്ട് എന്താണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ? നമ്മളെല്ലാം ധരിച്ചു വെച്ചിരിക്കുന്നത് വിവരാവകാശത്തിൽ നേരിട്ട് ഇടപെടുന്ന ഓഫീസർ ആരാണ്? PIOs ആണ്, SPIOs CPIOs ആണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കിക്കോ, ആർക്കും നേരിട്ട് ഇടപെടാം. സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷണർക്കും സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷണർക്കും നേരിട്ട് ഇടപെടാം. അതിൻ്റെ ഗ്രൗണ്ട്സാണ് പറഞ്ഞത്. എപ്പോഴാണ്? പബ്ലിക് അതോറിറ്റി ഫെയിൽ ആവുകയാണ്, പബ്ലിക് അതോറിറ്റി വിവരം നൽകാതിരിക്കുകയാണ്, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാതിരിക്കുകയാണ്, നിങ്ങൾക്ക് പറഞ്ഞ സമയക്രമത്തിനുള്ളിൽ സമയപരിധിക്കുള്ളിൽ ഈ വിവരം ലഭിക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ, അൺറീസണബിൾ ഫീ കൊടുക്കേണ്ട സാഹചര്യത്തിൽ, അല്ലെങ്കിൽ കൊടുക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ, നിങ്ങൾക്ക് കിട്ടിയ വിവരം അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ തെറ്റിദ്ധാരണാജനകമോ അതല്ലെങ്കിൽ അപൂർണമോ തെറ്റോ ആകുന്ന സാഹചര്യങ്ങളിൽ, പിന്നെ അതുപോലെ തന്നെ ഏതാണ്, മറ്റെന്ത് പ്രശ്നങ്ങൾക്കും നിങ്ങൾക്ക് നേരിട്ടും അപേക്ഷിക്കാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നേരിട്ടും അപേക്ഷിക്കാം. ഓക്കെ. അപ്പം അതിൻ്റെ പവേഴ്സിനെ പറ്റിയൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഇവർക്ക് സമ്മൺ ചെയ്യാനും അവരുടെ അറ്റൻഡൻസ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതായത് ഒരു കോസി ജുഡീഷ്യൽ ഫംഗ്ഷനാണ്. ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കണ്ട, കോസി ജുഡീഷ്യൽ ഫംഗ്ഷൻ ആണെന്ന് മാത്രം നിങ്ങൾ വായിച്ചു വെക്കുക. ഓക്കെ. അപ്പം അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് സോൾവ് ചെയ്തേ. ഈ ക്വസ്റ്റ്യൻ ഒരു ട്രിക്കി ക്വസ്റ്റ്യനാണ്. 123/22 ഒരു മെയിൻസ് ചോദ്യമാണ്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് സോൾവ് ചെയ്തേ. നമ്മൾ ഇത്രയും പറഞ്ഞ ഇൻഫർമേഷൻ വെച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റും നോക്കേ. നല്ലപോലെ വായിച്ചു നോക്കണം. വിവരാവകാശ നിയമപ്രകാരം 2005 നിലവിൽ വന്ന വിവരാവകാശ നിയമപ്രകാരം എയിംസ് ടു പ്രൊമോട്ട് ട്രാൻസ്പെറൻസി ഇൻ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് എൻഷ്യൂർസ് റൈറ്റ് ഓഫ് സിറ്റിസൺസ് ടു പബ്ലിക് ഇൻഫർമേഷൻ. പൗരന്മാർക്ക് ഈ പൊതുസ്ഥാപനങ്ങൾ വഴി സംബന്ധിച്ചുള്ള വിവരങ്ങൾ പൗരന്മാരിൽ എത്തുന്നതിൻ്റെ ഭാഗമായിട്ടും ഗവൺമെൻറ്റിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഫങ്ഷൻസിൽ സുതാര്യത കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ടും നിലവിൽ വന്ന റൈറ്റ് ടു ഇൻഫർമേഷൻ എന്താണ്? വിവരാവകാശ നിയമം പ്രകാരം താഴെ തന്നിട്ടുള്ള ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് അപ്രോപ്രിയേറ്റ് ഫോർ റെഫറിങ് സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷൻ ഒരു കോസി ജുഡീഷ്യൽ ബോഡി, ഒരു ഉപ ജുഡീഷ്യൽ ബോഡി എന്ന് വിളിക്കാൻ അനുയോജ്യമായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന ചോദ്യം. സോ ഇതാണ് ക്വസ്റ്റ്യൻ്റെ ക്രക്സ് എന്ന് പറയുന്നത്. താഴെ തന്നിട്ടുള്ള ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ്, പ്രസ്താവനകൾ സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനെ ഒരു കോസി ജുഡീഷ്യൽ ബോഡി എന്ന് ശരിവെക്കുന്നതിലേക്ക്, സമർത്ഥിക്കുന്നതിലേക്ക് വാലിഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടെന്നുള്ളതാണ്. അത് വായിച്ച് നോക്കിയിട്ട് തന്നെ നിങ്ങൾ ആൻസർ ചെയ്യണം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കേ. ABCD. The chief and the other commissioners. ഫസ്റ്റ് പാർട്ട് യൂട്യൂബിലുണ്ട്. എൻ്റെ യൂട്യൂബ് ചാനലിൽ നോക്കിയാൽ മതി. ഈ യൂട്യൂബ് ചാനലിലെ ലൈവ് ടാബിൽ നോക്കിയാൽ മതി. വിശാഖ അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. The chief and other commissioners are appointed by the governor on the recommendation of an appointment committee consisting of chief minister and chairperson. ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. This is actually regarding the appointment. അതായത് അപ്പോയിൻമെൻറ്റ് ഓഫ് സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷണേഴ്സ് എന്ന് പറയുമ്പോൾ ഏത് വരും? ഇവിടെ സെഷൻ 16 വരും. ഏതിൽ വരും? സെഷൻ 16 അല്ല, സെഷൻ 15 വരും. സെഷൻ 15 വരും. ഓക്കെ, അത് ശരിയാണ്. പക്ഷേ ഇങ്ങനെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണേഴ്സിനെ ഗവർണർ അപ്പോയിൻറ്റ് ചെയ്യുന്നു, മുഖ്യമന്ത്രി ശുപാർശ ചെയ്യുന്നു, മുഖ്യമന്ത്രി അടങ്ങിയ കമ്മിറ്റി നാമനിർദ്ദേശം ചെയ്യുന്നു എന്നുള്ളത് ഇതിനൊരു കോസി ജുഡീഷ്യൽ ബോഡി ആക്കുന്നുണ്ടോ? ഇല്ല. ചോദ്യം എന്താണ്? ഇതിനെ ഒരു കോസി ജുഡീഷ്യൽ ബോഡി, സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനെ ഒരു കോസി ജുഡീഷ്യൽ ബോഡി ആക്കുന്നതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയെന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ബൈ ഇറ്റ് സെൽഫ് ശരിയാണ്, സെഷൻ 15 പ്രകാരം ശരിയാണ്. പക്ഷേ ദിസ് ഡസ് നോട്ട് ക്വാളിഫൈ ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആസ് എ കോസി ജുഡീഷ്യൽ ബോഡി. ആ നിലയ്ക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ കോണ്ടെക്സ്റ്റിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. എക്സാം ഹോളിൽ ഇരുന്ന് വായിക്കുമ്പോൾ ഉള്ള പ്രശ്നം നിങ്ങൾ ആലോചിക്കണം. സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്ന് കരുതി നമ്മൾ എന്തെടുക്കാൻ സാധ്യതയുണ്ട്? നമ്മൾ ചിലപ്പോൾ എല്ലാ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെങ്കിൽ ഓൾ ദ എബോവ് എടുക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെങ്കിൽ ഏതൊക്കെ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യടേ? A പോവും, C പോവും, അതുപോലെ തന്നെ D പോവും. ഓട്ടോമാറ്റിക്കലി നമുക്ക് ആൻസർ കിട്ടി B, 2, 3 and 4. ബാക്കി തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം ശരിയാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ബാക്കി സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് നോക്കേ. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കേ. ദ ഇൻഫർമേഷൻ കമ്മീഷൻ ഹാസ് ടു റിസീവ് ആൻഡ് ഇൻക്വയർ ഇൻ ടു എ കംപ്ലയിൻറ്റ് ഫ്രം എനി പേഴ്സൺ. അതല്ലേ നമ്മൾ കുറച്ച് മുമ്പ് ഡിസ്കസ് ചെയ്തേ. ഏതൊരു വ്യക്തിയിൽ നിന്നും ഒരു ഇൻഫർമേഷൻ കമ്മീഷൻ സ്വീകരിക്കാൻ സാധിക്കും? പരാതി സ്വീകരിക്കാനും അന്വേഷണം നടത്താനുമുള്ള അവകാശം ഇൻഫർമേഷൻ കമ്മീഷനുണ്ട്. ഏത് വ്യക്തിയിൽ നിന്നും ആർക്കും ഡയറക്റ്റ് ഇൻഫർമേഷൻ കമ്മീഷനെ അപ്രോച്ച് ചെയ്യാം. അതിൻ്റെ ഗ്രൗണ്ട്സ് ഞാൻ പറഞ്ഞതാണ്. ഓക്കെ,
The commission has suo motu power since it is authorized to order an inquiry into any matter if there are reasonable grounds. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ? സുവോ മോട്ടോ അധികാരമില്ലേ? ഉണ്ട്. While inquiring, the commission has the powers of a civil court ഇൻ റെസ്പെക്ട് ഓഫ് സിവിൽ മാറ്റേഴ്സ്. ഇങ്ങനെ അന്വേഷണം നടത്തുമ്പം ഈ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനും എന്തിൻ്റെ അധികാരമുണ്ട്? ഒരു സിവിൽ കോടതിയുടെ അധികാരമുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. സോ അങ്ങനെയാണ് എങ്കിൽ നമ്മുടെ ആൻസർ ഏതാണ്? 2, 3, 4 ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്തുകൊണ്ട് തെറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെൻറ്റ് സെക്ഷൻ 15 പ്രകാരം ശരിയാണെങ്കിലും അതിൻ്റെ സുവോ മോട്ടോ കോസി ജുഡീഷ്യൽ ബോഡി എന്നുള്ള ആ ഒരു നിർവചനമായിട്ട് അത് ചേർന്ന് പോകുന്നില്ല. അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. അപ്പീൽ അധികാരങ്ങളെ കുറിച്ചുകൂടെ പഠിച്ചിട്ട് നമുക്ക് ഈ ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, RT ആക്ട് പ്രകാരമുള്ള അപ്പീലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെഷൻ 19. സെഷൻ 19ലാണ് എന്തിനെക്കുറിച്ചുള്ള പ്രതിപാദ്യം? അപ്പീലിനെ കുറിച്ചുള്ള പ്രതിപാദ്യം. ഇവിടെ നമുക്ക് രണ്ട് അപ്പീലിനുള്ള സാഹചര്യമാണ് ഒരു വ്യക്തിക്കുള്ളത്. ഫസ്റ്റ് അപ്പീലും സെക്കൻഡ് അപ്പീലും. ഫസ്റ്റ് അപ്പീൽ കൊടുക്കേണ്ടത് നമുക്കറിയാം, പബ്ലിക് അതോറിറ്റിയിലാണല്ലോ നമ്മൾ വിവരാവകാശം തേടുന്നത്. അവിടെ SPIയോ അല്ലെങ്കിൽ CPIയോ ആണല്ലോ നിങ്ങൾക്ക് വിവരാവകാശം തരേണ്ടത്. അവർ 30 ദിവസത്തിനുള്ളിൽ സാധാരണ നിലയ്ക്ക് വിവരാവകാശം തരുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ തന്ന വിവരാവകാശം തെറ്റാണ് എന്നുണ്ടെങ്കിൽ, പ്രധാനമായിട്ടും തന്ന വിവരാവകാശം തെറ്റാണ്, നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ആ പബ്ലിക് അതോറിറ്റിയിൽ SPIയോ അല്ലെങ്കിൽ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിൻ്റെ മുകളിൽ ഒരു അപ്പീലേറ്റ് അതോറിറ്റി ആയിട്ട് ഒരു സീനിയർ ഓഫീസർ കാണും, ഒരു SO കാണും. എന്താണ് അപ്പീലേറ്റ് അതോറിറ്റി ആയിട്ട് ആര് കാണും? ഒരു സീനിയർ ഒഫീഷ്യൽ അല്ലെങ്കിൽ ഒരു SO കാണും. അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? ഫസ്റ്റ് അപ്പീൽ കൊടുക്കുക. ഫസ്റ്റ് അപ്പീൽ കൊടുക്കുക. അപ്പോൾ വായിച്ചേ, ദ അപ്പീൽ ഈസ് മെയ്ഡ് ടു എ സീനിയർ ഓഫീസർ ഇൻ ദ സെയിം പബ്ലിക് അതോറിറ്റി. ഇപ്പോൾ ഒരു പഞ്ചായത്ത് ഓഫീസാണെങ്കിൽ അവിടെ SPIയോ കാണും. അയാൾ തന്ന മറുപടിയിൽ നിങ്ങൾ തൃപ്തരല്ല എന്നുണ്ടെങ്കിൽ ആ പഞ്ചായത്തിലെ SPIക്ക് മുകളിൽ ഒരു സീനിയർ ഓഫീസർ കാണും. അയാൾക്കാണ് നിങ്ങൾ എന്ത് കൊടുക്കേണ്ടത്? ഫസ്റ്റ് അപ്പീൽ കൊടുക്കേണ്ടത്. ഇനി ഫസ്റ്റ് അപ്പീൽ കൊടുക്കാനുള്ള കാലക്രമം അല്ലെങ്കിൽ അതിൻ്റെ സമയപരിധി എത്രയാണെന്ന് നിങ്ങൾ നോക്കേ. ഇഫ് എ പേഴ്സൺ ഡസ് നോട്ട് റിസീവ് എ ഡിസിഷൻ വിത്തിൻ ദ പ്രിസ്ക്രൈബ് ടൈം ഓർ ഈസ് ഡിസാറ്റിസ്ഫൈഡ് വിത്ത് എ ഡിസിഷൻ മെയ്ഡ് ബൈ ദ സെൻട്രൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ, ദേ ക്യാൻ ഫയൽ ആൻ അപ്പീൽ വിത്തിൻ 30 days. 30 ദിവസത്തിനുള്ളിൽ വേണം നിങ്ങൾ ഈ സീനിയർ ഓഫീസറിൻ്റെ മുന്നിലായിട്ട് അപ്പീലിന് പോകാൻ. ഓക്കെ, ഇനി ഈ സീനിയർ ഓഫീസറിന് വേണമെങ്കിൽ 30 ദിവസം കഴിഞ്ഞിട്ട് വേണമെങ്കിലും ഈ അപ്പീൽ സ്വീകരിക്കാം. ഇഫ് ദ ഓഫീസർ ബിലീവ്സ് ദർ വാസ് എ വാലിഡ് റീസൺ ഫോർ ദ ഡിലേ. കാലതാമസം വന്നതിന് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു കാരണമുണ്ട് എന്ന് ബോധിപ്പിക്കുന്ന മുറയ്ക്ക് 30 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും ഈ സീനിയർ ഒഫീഷ്യലിന് നിങ്ങളുടെ എന്ത് ചെയ്യാം? അപ്പീലിൻ്റെ രൂപത്തിലുള്ള പരാതി സ്വീകരിക്കാം. അപ്പീൽ പോകുന്ന സാഹചര്യം എന്താണ്? അപ്പീൽ പോകുന്ന സാഹചര്യം ഈ പറയുന്നത് പോലെ ഒന്നുകിൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരാതിരിക്കുക, എന്താണ് സമയപരിധി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടാതിരിക്കുക. രണ്ടാമത്തെ സാഹചര്യം എന്താണ്? രണ്ടാമത്തെ സാഹചര്യം വന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷനിൽ നിങ്ങൾ തൃപ്തരാകാതിരിക്കുക. ഇതാണെന്ത്? ഫസ്റ്റ് അപ്പീലിനുള്ള സാഹചര്യം. ഇനി അപ്പീൽ അഗെയിൻസ്റ്റ് തേർഡ് പാർട്ടി ഡിസ്ക്ലോഷർ. നമ്മൾ സെഷൻ 11 പറഞ്ഞ തേർഡ് പാർട്ടി ഡിസ്ക്ലോഷറിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള അപ്പീൽ. ഇഫ് ആൻ അപ്പീൽ ഈസ് ഫയൽഡ് അഗെയിൻസ്റ്റ് എ ഡിസിഷൻ റിലേറ്റഡ് ടു ഡിസ്ക്ലോഷർ ഓഫ് തേർഡ് പാർട്ടി ഇൻഫർമേഷൻ ആസ് പെർ സെഷൻ 11, ഇറ്റ് മസ്റ്റ് ബി ഫയൽഡ് ഇൻ 30 days ഫ്രം ദ ഡേറ്റ് ഓഫ് ദ ഓർഡർ. തേർഡ് പാർട്ടി ഇൻഫർമേഷൻ സംബന്ധിച്ച് നിങ്ങൾക്ക് കിട്ടിയ ഒരു മറുപടിയിൽ നിങ്ങൾ തൃപ്തരല്ല എന്നുണ്ടെങ്കിൽ സമാനമായ രീതിയിൽ നിങ്ങൾ ഓർഡർ കൈപ്പറ്റി 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ സീനിയർ ഒഫീഷ്യലിന് നിങ്ങളുടെ ഫസ്റ്റ് അപ്പീൽ കൊടുക്കണം. ഓക്കെ, ഇതാണ് ഫസ്റ്റ് അപ്പീലിൻ്റെ കേസ്. ഫസ്റ്റ് അപ്പീൽ വഴി നിങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് മറുപടി തൃപ്തികരമായി ലഭിക്കുന്നില്ല എങ്കിൽ മാത്രമാണ് നിങ്ങൾ എന്തിലേക്ക് പോകേണ്ട സാഹചര്യമുള്ളൂ? സെക്കൻഡ് അപ്പീലിലേക്ക് പോകേണ്ട സാഹചര്യമുള്ളൂ. ഇവിടെ സെക്കൻഡ് അപ്പീൽ വരുന്നിടത്താണ് നമ്മുടെ രാജ്യത്തെ അപ്പെക്സ് ആയിട്ടുള്ള അപ്പീലേറ്റ് അതോറിറ്റി ആയിട്ട് ആര് മാറുന്നത്? സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനും സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനും മാറുന്നത്. ഓക്കെ, വായിച്ചേ. ഇഫ് ദ ഫസ്റ്റ് അപ്പീൽ ഡസ് നോട്ട് റിസോൾവ് ദ ഇഷ്യൂ, ആ സീനിയർ ഓഫീസറിന് കൊടുത്ത ഫസ്റ്റ് അപ്പീൽ നിങ്ങളുടെ പ്രശ്നപരിഹാരത്തിന് ഹേതു ആകുന്നില്ല, നിങ്ങളുടെ പ്രശ്നപരിഹാരത്തിലേക്ക് നയിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു സെക്കൻഡ് അപ്പീലും കൂടെ മേക്ക് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു സെക്കൻഡ് അപ്പീലും കൂടെ മേക്ക് ചെയ്യാം. ഓക്കെ, ആ സെക്കൻഡ് അപ്പീൽ നിങ്ങൾ കൊടുക്കേണ്ടത് എവിടെയാണ്? സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനിലാണ് നിങ്ങൾ സെക്കൻഡ് അപ്പീൽ കൊടുക്കേണ്ടത്. എത്ര ദിവസത്തിനുള്ളിൽ കൊടുത്താൽ മതി? ഈ ഫസ്റ്റ് അപ്പീലിൻ്റെ മറുപടി കിട്ടി
നിങ്ങൾക്ക് 90 ദിവസത്തെ കാലക്രമമുണ്ട്, ടൈം ഫ്രെയിമുണ്ട്. 90 ദിവസത്തിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 90 ദിവസത്തിനുള്ളിൽ നിങ്ങൾ സെക്കൻഡ് അപ്പീൽ കൊടുത്താൽ മതി. ദ അപ്പീൽ ക്യാൻ ബി അക്സെപ്റ്റഡ് ആഫ്റ്റർ 90 days ഇഫ് ദർ ഈസ് സഫിഷ്യൻറ്റ് കോസ് ഫോർ ദ ഡിലേ. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷനും സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനും 90 ദിവസം എന്നുള്ള സമയപരിധി കഴിഞ്ഞിട്ടും നിങ്ങളുടെ അപ്പീൽ വേണമെങ്കിൽ സ്വീകരിക്കാം, പ്രൊവൈഡഡ് അവർ സാറ്റിസ്ഫൈഡ് ആകണം. നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഡിലേ ഉണ്ടായത് ജെന്യൂൻ ആയിട്ടുള്ള റീസൺ കാരണമാണ്, സഫിഷ്യൻറ്റ് കോസ് ഫോർ ദ ഡിലേ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിലേ ചെയ്തു അക്സെപ്റ്റ് ചെയ്യാം. ഹിയറിംഗ് ഓഫ് തേർഡ് പാർട്ടീസ്. ഇഫ് ദ അപ്പീൽ ഇൻവോൾവ് തേർഡ് പാർട്ടി ഇൻഫർമേഷൻ, CIC അല്ലെങ്കിൽ SIC മസ്റ്റ് പ്രൊവൈഡ് എ റീസണബിൾ ഓപ്പർച്യൂണിറ്റി ഫോർ ദ തേർഡ് പാർട്ടി ടു ബി ഹേർഡ്. അപ്പോൾ മൂന്നാം കക്ഷി ഇൻവോൾവ് ആയിട്ടുള്ളതാണ് എങ്കിൽ CIC SICയും ഈ സെക്കൻഡ് അപ്പീലിൻ്റെ ഭാഗമായിട്ട് ആ മൂന്നാം കക്ഷിയെ കേൾക്കാനായിട്ടുള്ള സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി, റീസണബിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ആക്കി നൽകണം. ഇനി തെളിവുകളുടെ ഉത്തരവാദിത്തം, ബർഡൻ ഓഫ് പ്രൂഫ്. A CPIO and SPI has the responsibility to prove that refusal of the request was justified in an appeal process. Okay. The CIC must dispose of the appeal within 30 days of receiving it or up to a maximum of 45 days with the reasons recorded for any delay. Okay. ഇപ്പോൾ CPIO SPIO has the responsibility to prove that refusal of request was justified in an appeal process. ഓക്കെ. ആർക്കാണ് ബർഡൻ ഓഫ് പ്രൂഫ് വരുന്നത്? റിജക്റ്റ് ചെയ്യുന്ന പക്ഷം റിജക്റ്റ് ചെയ്തതിൻ്റെ കാരണം കൃത്യമായിട്ട് ബോധിപ്പിക്കാനുള്ള ബാധ്യത CPIOസിനും SPIOസിനുമാണ്. അതുകൊണ്ടാണ് ആ വേർഡിങ്സ് അവിടെ വന്നത്. ഹാസ് ദ റെസ്പോൺസിബിലിറ്റി ടു പ്രൂവ് ദാറ്റ് റെഫ്യൂസൽ ഓഫ് ദ റിക്വസ്റ്റ് വാസ് ജസ്റ്റിഫൈഡ് ഇൻ ആൻ അപ്പീൽ പ്രോസസ് എന്നുള്ളത്. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി ടൈംലി ഡിസ്പോസൽ ഓഫ് അപ്പീൽസ്. ദ CIC SIC മസ്റ്റ് ഡിസ്പോസ് ഓഫ് ദ അപ്പീൽ വിത്തിൻ 30 days. അത് നിങ്ങൾക്കറിയാം. അതല്ലാന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് റിജക്റ്റ് ചെയ്തു എന്നുള്ള കാരണം കൂടെ പറയാൻ 45 ദിവസം സമയമുണ്ട്. ഇതൊക്കെ നിങ്ങളെ കോംപ്ലിക്കേറ്റ് ചെയ്യും. നിങ്ങൾ ആകെ ഓർക്കേണ്ടത് 30, 48, 40 എന്നുള്ള ടൈം ഫ്രെയിം ഓർത്താൽ മതി. ബർഡൻ ഓഫ് പ്രൂഫ് അല്ലെങ്കിൽ അപ്പീലുമായിട്ട് ബന്ധപ്പെട്ട പ്രൊവിഷൻ നിങ്ങൾ നോക്കണ്ട. ഓക്കെ, സോ ഇത്രയുള്ള ഇതിൻ്റെ അകത്തെ കാര്യങ്ങൾ. 2 അപ്പീലേറ്റ് അതോറിറ്റി ഉണ്ടെന്നുള്ള കാര്യം ഓർക്കുക. ആ 2 അപ്പീലേറ്റ് അതോറിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് ഫസ്റ്റ് അപ്പീൽ കൊടുക്കേണ്ട സീനിയർ ഒഫീഷ്യലാണ്. സെക്കൻഡ് അപ്പീൽ പോകുന്നത് അപ്പെക്സ് ബോഡി ആയിട്ടുള്ള CIC SICയിലാണ്. അതിനെപ്പറ്റി വിവരിക്കുന്ന വകുപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ 19 അപ്പോൾ നമ്മളിപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വകുപ്പുകൾ പഠിച്ചിടെ ഒന്ന് ലിസ്റ്റ് ചെയ്തെല്ലാം. ഇതാണ് കറണ്ട് അഫെയർ. നോക്കിക്കോണേ. വി ഹരിനായരാണ് കേരളത്തിലെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ. ശ്രീ രാജ്കുമാറാണ് കേന്ദ്രത്തിലെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ. സോ ഇതുവരെ പഠിച്ച വകുപ്പുകളൊന്ന് പെട്ടെന്ന് ലിസ്റ്റ് ചെയ്തേ. അതാണ് നിങ്ങൾ സമ്മറി ടേബിൾ ഉണ്ടാക്കി വെച്ച് അതാണ് നിങ്ങൾ ഓർക്കേണ്ടത്. നമ്മൾക്ക് ആ ഓർഡറിൽ ഞാനൊന്ന് എഴുതാം. 2H, ഓക്കെ, 2F, പിന്നെ ഏതാണ് 5, 6, 7, 8, 9, 11, 12, 13, 14, 15, 16, 17, 18, അതുപോലെ തന്നെ 24, 27. ഇതെല്ലാം എഴുതാൻ നിങ്ങൾക്ക് ഓക്കെ ആണോ? 2H എന്തായിരുന്നു? പബ്ലിക് അതോറിറ്റി എന്ത്? 2F എന്തായിരുന്നു? ഇൻഫർമേഷൻ എന്നാൽ എന്ത്? 5-മത്തെ എന്താണ്? ഡെസിഗ്നേഷൻ ഓഫ് SPIOs ആൻഡ് CPIOs. 6 എന്തായിരുന്നു? ഹൗ ടു അപ്ലൈ. 6 ഹൗ ടു അപ്ലൈ, എങ്ങനെയാണ് നിങ്ങൾ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടതെന്നുള്ളതാണ് 6. 7 എന്താണ്? ഹൗ ടു ഡിസ്പോസ്, എങ്ങനെയാണ് തീർപ്പ് കൽപ്പിക്കേണ്ടത്, ഹൗ ടു ഡിസ്പോസ്. 8 എന്താണെന്ന് ഓർക്കുന്നുണ്ടോ? 8 എക്സംഷനാണ്. 9 എക്സംഷനാണ്. പക്ഷേ ഒരു പ്രത്യേക എക്സംഷനാണ്. ഇൻഫ്രിഞ്ച്മെൻറ്റ് ടു എന്താണ് നമ്മുടെ എന്താ പറയുക, ഇൻഫ്രിഞ്ച്മെൻറ്റ് ടു മറ്റേ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് അല്ല. വാട്ട് ഈസ് ദ നെയിം? ഇൻഫ്രിഞ്ച്മെൻറ്റ് വാട്ട്? ആ വേർഡ് എന്തായിരുന്നേ? ഇതുപോലെ തന്നെ ഉള്ളൊരു സാധനമായിരുന്നല്ലോ. IPR പോലെ തന്നെ ഉള്ളതായിരുന്നല്ലോ. പറഞ്ഞ് എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല. നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യാനേ. കോപ്പിറൈറ്റ്, ഇൻഫ്രിഞ്ച്മെൻറ്റ് കോപ്പിറൈറ്റ്. 11 എന്താണ്? തേർഡ് പാർട്ടി ഇൻഫർമേഷൻ. 11 എന്താണ്? തേർഡ് പാർട്ടി ഇൻഫർമേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് 11. ഇത്രയും കഴിഞ്ഞിട്ട് അടുത്ത എന്താ തുടങ്ങുന്നത്? 12 ആണ് കോമ്പോസിഷൻ ഓഫ് CIC. 13 എന്താണ്? ടേംസ് ഓഫ് ഓഫീസ് ആൻഡ് കണ്ടീഷൻ ഓഫ് സർവീസ് ഓഫ് CIC 2019 ഭേദഗതി ചെയ്തിട്ടുണ്ട്. 14 എന്താണ്? റിമൂവൽ ഓഫ്
ഒഫീഷ്യൽസ് ഇൻ CIC ആയിട്ട് ബന്ധപ്പെട്ട് ഒഫീഷ്യൽസിനെ റിമൂവ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട്. 15 എന്താണ്? 15 ഈ പറയുന്നത് പോലെ SICൻ്റെ കോമ്പോസിഷനാണ്. 16 എന്താണ്? 16 ടേംസ് ഓഫ് ഓഫീസ് ആൻഡ് കണ്ടീഷൻ ഓഫ് സർവീസ് ഓഫ് SIC 2019 ഭേദഗതി ചെയ്തു. 17 എന്താണ്? 17 റിമൂവലാണ്. 18 19 വരുന്നുണ്ട്, റിമൂവലാണ്. 18 എന്താണ്? 18 എന്താണ്? 18ലാണ് മറ്റേ CICക്കും SICക്കും ഇങ്ങനെ ഓർത്താൽ മതി. 18 SICക്കും CICക്കും ക്വാസി ജുഡീഷ്യൽ പവേഴ്സ് ഉണ്ടെന്ന് പറയുന്ന വകുപ്പാണെന്ത്? 18. 19 എന്താണ്? റൈറ്റ് ടു അപ്പീലിന് പോകാനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നതാണ് 19. 24 എന്താണ്? 24 RTI നോട്ട് ടു അപ്ലൈ, RTI ബാധകമല്ലാത്ത കാര്യങ്ങളെപ്പറ്റി പറയുന്നതാണ്. 27 നോക്കണ്ട, 27 വിട്ടാരെ. അപ്പോൾ ഇത്രയും വകുപ്പുകൾ മാത്രം പഠിച്ചാൽ മതി. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇത്രയും വകുപ്പുകൾ നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഇത് നിങ്ങൾക്ക് തന്നെ ഓർത്ത് എഴുതാൻ പറ്റുന്നുണ്ടോ? 2H 2F 5 6 7 8 9 11 12 13 14 15 16 17 18 19 24 ഇത്രയും വകുപ്പ് പഠിച്ചാൽ മതി. ഇതിനപ്പുറമുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടില്ല. ഓക്കെ. 24ലാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ നോട്ട് ടു അപ്ലൈ ടു സെക്യൂരിറ്റി ആൻഡ് ഇൻ്റലിജൻസ് ഏജൻസീസ് എന്നുള്ളത്. ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആണോ? ദിസ് ഈസ് മോർ ദാൻ സഫിഷ്യൻറ്റ്. ബാക്കി ക്വസ്റ്റ്യൻ നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻ ഇട്ട് നമുക്ക് സോൾവ് ചെയ്യാം.